ചുളിഞ്ഞ നിന്റെ ഉമ്മയുടെ കവിൾത്തടത്തിലൂടെ ഊർന്നിറങ്ങിയ ആ കണ്ണുനീരിന്റെ ഉപ്പ് ഒരു പക്ഷേ നിന്റെ ഹൃദയത്തെ മാറ്റില്ലായിരിക്കാം. പക്ഷേ ആ കണ്ണുനീരെങ്ങാനും കടലിലുറ്റി വീണാൽ ആ കണ്ണുനീരെങ്ങാനും ആ കണ്ണുനീരിന്റെ ശക്തിയെങ്ങാനും ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു നാടിനെ മുഴുവനും കരിച്ചു കളയാനുള്ള പവർ ഉണ്ടതിന്. ഒരു നാടിനെ മുഴുവനും കരിച്ചോ കത്തി ചാമ്പലാക്കാനുള്ള ശക്തിയുണ്ട് മാതാവിന്റെ ഒരു തുള്ളി കണ്ണുനീരിന്. അതിന്റെ കാരണം എന്താണെന്നറിയോ? ആ മാതാവിന്റെ ഒരു തുള്ളി കണ്ണുനീരെന്ന് പറയുന്നത് ബ്രഹ്മാണ്ഡകടാഹത്തിന്റെ തമ്പുരാനായ അഖിലാണ്ഡ മണ്ഡലത്തിന്റെ നാഥനായ സർവചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന അള്ളാഹുവിന്റെ അതിർത്തിയുടെ വലിയ ഖേദാനമാണ് ആ ഒരു തുള്ളി കണ്ണുനീര്. ആ കണ്ണുനീര് വീഴാൻ നീ കാരണക്കാരനായാൽ എത്ര പാലിയേറ്റീവ് കെയറിലും നീ പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. എത്ര വലിയ സാമൂഹ്യ പ്രവർത്തകനായിട്ടും എത്ര വലിയ രാഷ്ട്രീയ പ്രവർത്തകനായിട്ടും എത്ര വലിയ സ്റ്റേജുകളിൽ കയറി നിതാന്തമായി പരിശ്രമിച്ച് പ്രസംഗിച്ച് ആയിരക്കണക്കിന് ആളുകൾക്ക് ഹിദായത്ത് നൽകിയാലും ആ ഉമ്മാന്റെ കവിൾത്തടത്തിലൂടെ ഊർന്നിറങ്ങിയ ഒരു തുള്ളി കണ്ണുനീരിന്റെ കറ നിന്റെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ മായ്ക്കാൻ നിനക്ക് സാധ്യമല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനപരമായ ഏറ്റവും വലിയ സന്ദേശം അതെന്താണെന്നറിയോ? മാതാ പിതാ ഗുരു ദൈവ. മാതാ ആദ്യം പറഞ്ഞത് മാതാ, ഉമ്മാനെ സ്നേഹിക്കുക, ഉമ്മാനെ അനുസരിക്കുക. ഉമ്മയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത്. വാപ്പയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത്. അതല്ലാതെ മറ്റൊന്നുമില്ല. അവരെ വെറുത്തുകൊണ്ട് ഒരു ജീവിതം ഇല്ല. അത് കരപ്പിടിക്കില്ല. വല്ലാഹി സത്യം, ഈ ദുനിയാവിൽ വെച്ച് തന്നെ അനുഭവിക്കേണ്ടി വരും. നിങ്ങളെ ഉമ്മാന്റെ വില, കണ്ണിന്റെ വില നഷ്ടപ്പെട്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന്റെ മുന്നേ എന്റെ ഉമ്മ 3-4 തവണ എന്റെ ഫോണിലേക്ക് വിളിക്കും. ലോകത്ത് മറ്റൊരാൾ വിളിക്കില്ല. ലോകത്ത് മറ്റൊരാൾ എന്റെ ഫോണിലേക്ക് വിളിക്കില്ല. പക്ഷെ എന്റെ ഉമ്മ വിളിക്കും. ഓരോ ഭക്ഷണത്തിന്റെ നേരവും കോളേജിലാകുന്ന സമയത്ത് എന്റെ ഉമ്മ എന്നെ വിളിച്ച് ചോദിക്കും, മോനെ ചോറ് കഴിച്ചോ, ചായ കുടിച്ചോ, നാസ്ത കഴിച്ചോ, രാത്രി ഭക്ഷണം കഴിച്ചോ? എന്തേ ഞാൻ തിന്നിട്ടില്ലെങ്കിൽ എന്റെ ഉമ്മാന്റെ വയറ് നിറയില്ലേ? ഇല്ല. ഉമ്മ വിശന്നാലും എന്റെ വയറ് നിറഞ്ഞാലേ ഉമ്മാന്റെ മനസ്സ് നിറയുള്ളൂ. അതാണ് ഉമ്മ. ഞാനൊരു ആക്സിഡന്റായി ഒന്നിനും പറ്റാത്ത അവസ്ഥയിൽ ഞാൻ കിടന്നുപോയാൽ കിടക്കുന്ന കിടപ്പിൽ തന്നെ ഒക്കെ വിസർജിക്കുകയും കാഷ്ടിക്കുകയും മൂത്രിക്കുകയും തുപ്പുകയും ഛർദ്ദിക്കുകയൊക്കെ ചെയ്താൽ എന്റെ മുറിയിലേക്ക് ഈ ഭൂമി മലയാളത്തിന് മുകളിൽ 2 ആൾ മാത്രമേ കടന്നു വരുള്ളൂ. ഈ ഭൂമി മലയാളത്തിൽ എന്റെ മുറിയിലേക്ക് അറപ്പും വെറുപ്പുമില്ലാതെ കടന്നു വരുന്ന 2 ആള്. അതിൽ ഒന്നാമത്തേത് എന്റെ ഉമ്മയാണ്, എന്റെ മാതാവാണ്. രണ്ടാമത്തേത് നല്ലവളാണെങ്കിൽ മാത്രം, ഇവിടെ നിബന്ധനയുണ്ട്, നല്ലവളാണെങ്കിൽ മാത്രം എന്റെ ഭാര്യയാണ്. ആലോചിച്ചു നോക്ക്. ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് സംഭവിച്ച് ആ വാർത്ത എന്റെ കുടുംബത്തിലേക്ക് എത്തിയാൽ അല്ലാഹ് എന്ന് പറഞ്ഞ് ആദ്യം നെഞ്ചത്ത് കൈവെക്കുക. എന്റെ ഉമ്മയാ, എന്റെ കാമുകിയല്ല. ആ ഉമ്മാന്റെ വില മനസ്സിലാക്കണം. ഇന്ന് രാത്രി വീട്ടിലേക്ക് തിരിച്ചുപോയി ഉമ്മയുമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് 20-നും 40-നും ഇടയിലുള്ള യുവാക്കൾ. അവരാണ് ഉമ്മയെ തീറ്റിക്കുന്നതിൽ ഏറ്റവും മുഖ്യ പങ്കാളികൾ. രാത്രി വീട്ടിലേക്ക് തിരിച്ചുപോയി കെട്ടിപ്പിടിച്ച് ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير.